നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് തൃപ്രയാറിൽ ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്താൻ തീരുമാനം. ചൊവ്വാഴ്ചയാണ് തൃപ്രയാർ ഏകാദശി. ചേർപ്പ് CNN ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ പെരുവനം ക്ഷേത്രം സന്ദർശിച്ചു. ലോക പൈതൃക വാരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പഴയ കാലം മുതൽ 1956 മുതൽ നമ്മുടെ ഈ കേരള സംസ്ഥാനം രൂപീകരണത്തിന് ശേഷം വിദ്യാഭ്യാസ രംഗത്ത് മാതൃകപരമായ പ്രവർത്തനം നടത്തിയ ചരിത്രമാണ് ലോകമെമ്പാടും അതുപോലെ തന്നെ ഇന്ത്യമെമ്പാടുമുള്ള ചരിത്രമാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിനുള്ളത്. ആ ചരിത്രപരമായ ദൗത്യം ഇപ്പോഴും നമ്മുടെ കേരള സംസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോകുന്നതിൽ നമ്മുടെ ആഗ്രഹം പഴയ കാലത്തുള്ള ആചാര നടപടികൾ മാറ്റി നിർത്തി ഒരു പുതിയ ഭരണ സംവിധാനം കേരളത്തിൽ ഉയർന്നു വന്നതിൻ്റെ ഫലമായി എല്ലാ കുട്ടികളും, പാവപ്പെട്ട കുട്ടികൾക്കും സാമ്പത്തിക ബാധ്യത വരാത്ത രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടെ കേരള സർക്കാർ നടപ്പാക്കിയത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഊർജ്ജമാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമൂഹത്തിനാകമാനം നൽകുന്നത്. അതുകൊണ്ടുകൂടിയാണ് കേവലം സ്കൂൾ കലോത്സവത്തിനപ്പുറത്ത് പൊതുസമൂഹമാകെ തന്നെ ഇത്തരം പരിപാടികൾക്ക് പിറകിൽ നിൽക്കുന്നത്. ഇത് വലിയ വിജയമാക്കി തീർക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഈ പൊതുസമൂഹത്തിലെ ഓരോ മനുഷ്യരും പങ്കാളികളാകുന്നത് ഈ നിറവിന്റെ വിജയത്തിന്റെ ഉദാഹരണം കൂടിയാണ്. കേരളം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. പൊതുസമൂഹത്തിന്റെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഏറ്റവും മികച്ച രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ചേർപ്പ് AEO MV സുനിൽകുമാർ പതാക ഉയർത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, ജനപ്രതിനിധികളായ ജെറി ജോസഫ്, അനിത അനിലൻ, ഷീല ഹരിദാസ്, അനിത മണി, പ്രജിത് KB, PC പ്രഹ്ലാദൻ, EV ഉണ്ണികൃഷ്ണൻ, സുനിത ജിനു, K കൃഷ്ണകുമാർ, PTA പ്രസിഡന്റ് MS അലക്സി, PTA വൈസ് പ്രസിഡന്റ് ഹുസൈൻ, പ്രിൻസിപ്പാൾ ജാഫർ സാദിഖ്, ഹെഡ്മാസ്റ്റർ രാജു എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് തൃപ്രയാറിൽ ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്താൻ തീരുമാനം. ചൊവ്വാഴ്ചയാണ് തൃപ്രയാർ ഏകാദശി. ഏകാദശി ദിവസം വൈകിട്ട് 4 മണിക്ക് ശേഷം തൃപ്രയാർ ജംഗ്ഷനിൽ നിന്നോ തൃപ്രയാർ പാലത്തിന്റെ ഭാഗത്തു നിന്നോ വാഹനങ്ങൾ അമ്പല പരിസരത്തേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല. തൃപ്രയാർ ജംഗ്ഷനിൽ നിന്നും കിഴക്കോട്ട് പോകേണ്ട വാഹനങ്ങൾ NH വഴി തളിക്കുളം ജംഗ്ഷനിൽ വന്ന കിഴക്കോട്ട് തിരിഞ്ഞ തളിക്കുളം ബ്ലോക്ക് മുറ്റിച്ചൂർ പാലം വഴി വിവിധ വഴികളിലൂടെ പോകേണ്ടതാണ്. കിഴക്ക് ഭാഗത്തു നിന്ന് തൃപ്രയാർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ പെരിങ്ങോട്ടുകര, ചെമ്മാപ്പള്ളി, മുറ്റിച്ചൂർ പാലം വഴി തളിക്കുളം ബ്ലോക്ക് ജംഗ്ഷനിലേക്ക് എത്തി വിവിധ ഭാഗങ്ങളിലേക്ക് പോകാവുന്നതാണ്. പാർക്കിങ്ങിനായി JK തിയേറ്ററിന് മുൻവശം ഹൈവേ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമോ TSGA സ്റ്റേഡിയത്തിന് പുറകുവശത്ത് ദേവസ്വം പാർക്കിംഗ് ഗ്രൗണ്ടോ തൃപ്രയാർ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈ ഓവറിന് സമീപമുള്ള സ്ഥലങ്ങളോ ഉപയോഗിക്കേണ്ടതാണ്. പാർക്കിങ്ങിനായി പാർക്കിംഗ് ബോർഡുകൾ വെച്ചിട്ടുള്ള സ്ഥലങ്ങളിലല്ലാതെ മറ്റെവിടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. റോഡ് സൈഡിൽ യാതൊരു കാരണവശാലും പാർക്കിംഗ് അനുവദിക്കുന്നതല്ലെന്നും അധികൃതർ അറിയിച്ചു. ചേർപ്പ് CNN ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ പെരുവനം ക്ഷേത്രം സന്ദർശിച്ചു. ലോക പൈതൃക വാരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം.
നവംബർ 19 മുതൽ 25 വരെയാണ് ലോക പൈതൃക വാരം ആചരിക്കുന്നത്. 1500, 2000 വർഷത്തിൽ പരം പഴക്കം നിശ്ചയിച്ചിട്ടുള്ള ഈ ക്ഷേത്രം കേന്ദ്ര പുരാവസ്തു വകുപ്പിന് കീഴിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സംരക്ഷണയിലാണ് ഉള്ളത്. പ്രിൻസിപ്പൽ അജോഷ് മാസ്റ്റർ ആമുഖ പ്രസംഗം നടത്തി. തുടർന്ന് ക്ഷേത്രം ജീവനക്കാരായ രാംകുമാർ ക്ഷേത്രത്തിന്റെ പൌരാണിക ചരിത്രം കുട്ടികൾക്ക് പകർന്നു നൽകി. NSS പ്രോഗ്രാം കോർഡിനേറ്റർ സന്ധ്യ ടീച്ചർ നന്ദി രേഖപ്പെടുത്തി. ഹയർ സെക്കൻഡറി അധ്യാപിക അഞ്ജു സന്നിഹിതയായിരുന്നു. കുട്ടികൾ ക്ഷേത്ര പരിസരം ശുചീകരിച്ചു. വോളണ്ടിയർ ലീഡർമാർ മേധാ കൃഷ്ണ, അനശ്വര, ഹാദിയ, നിവേദ്, പവൻ, അശ്വിത് കൃഷ്ണ, ഗംഗ, മാളവിക, ദിയ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് നിന്നും മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച പ്രതികളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടിക ചേർക്കര വള്ളുവീട്ടിൽ 18 വയസ്സുള്ള പ്രജിത്ത്, വലപ്പാട് ലോൾപ്പറമ്പിൽ 20 വയസ്സുള്ള രാഹുൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർ CN എബിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ CS പ്രബീൻ, PS സാഷി, സിവിൽ പോലീസ് ഓഫീസർമാരായ ആദർശ്, പ്രവീൺ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ കലോത്സവത്തിൽ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിന് ഓവറോൾ കിരീടം. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലും 1ാം സ്ഥാനം കരസ്ഥമാക്കി. വിജയികളെ വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. പ്രിൻസിപ്പാൾ KR വിജയലക്ഷ്മി, മാനേജർ C രാഗേഷ്, വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് TC തിലകൻ, സെക്രട്ടറി വിജയൻ മേപ്രത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നന്ദിക്കര സെന്ററിൽ നിന്നും ആഹ്ലാദ പ്രകടനവും നടത്തി. വാർത്തകളിനി ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. പെരിങ്ങോട്ടുകര അസോസിയേഷൻ ഡയാലിസിസ് സെന്ററിന് മണപ്പുറം ഫൗണ്ടേഷൻ നൽകുന്ന സോളാർ പവർ ജനറേറ്റിംഗ് സിസ്റ്റത്തിന്റെയും 3 നിപ്രോ ഡയാലിസിസ് മെഷീനുകളുടെയും സമർപ്പണം നടന്നു. മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ സ്വിച്ച് ഓൺ കർമ്മവും ചടങ്ങിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. സംഘടനയുടെ 17ാമത് സുവനീർ പ്രകാശനവും സൗജന്യ പരിശോധനാ ക്യാമ്പും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. TGPA കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് സുഗുണൻ കൊട്ടേക്കാട്ട് അധ്യക്ഷനായി. MLA CC മുകുന്ദൻ മുഖ്യ അതിഥിയായിരുന്നു. മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് D ദാസ് പദ്ധതി വിശദീകരണം നടത്തി. വിവിധ പരീക്ഷകളിലും കലാകായിക മേഖലകളിലും മികച്ച വിജയം കരസ്ഥമാക്കിയ അസോസിയേഷൻ മെമ്പർമാരുടെ മക്കളെയും സുവനീറിൽ കലാസൃഷ്ടികൾ പ്രസിദ്ധീകരിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ചലച്ചിത്ര താരം ഷാജു നവോദയ, പെരിങ്ങോട്ടുകര ഡയാലിസിസ് സെന്റർ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ വിനോദ് ബാബുരാജ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. സുവനീർ പ്രകാശനം VP നന്ദകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരന് നൽകി നിർവഹിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ, താന്യം പഞ്ചായത്ത് അംഗം സിജോ പുലിക്കോട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പഴുവിൽ പ്രദേശത്തുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മേഖലയിൽ സർവകക്ഷി യോഗം ചേർന്നു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. CC മുകുന്ദൻ MLA, ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജൻ ചൂണ്ടലാത്ത്, അന്തിക്കാട് SHO K അജിത്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് മെമ്പർ K രാമചന്ദ്രൻ, മെമ്പർമാരായ NN ജോഷി, പ്രിയ ശോഭിരാജ്, ദീപ വസന്തൻ, പഴുവം ദേവസ്വം ഓഫീസർ നന്ദനൻ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ CA ശങ്കരൻ, TN സുനിൽ, NS സജീവൻ, AB ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. അരിമ്പൂർ ഹൈസ്കൂളിലെ 1985 ബാച്ച് SSLC വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു. സ്മൃതി മധുരം എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം വിദ്യാർത്ഥികളും 11 അധ്യാപകരും ചേർന്ന് തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നാരായണൻ അധ്യക്ഷനായി. സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ 11 അധ്യാപികമാരെ താലമേന്തി വിദ്യാർത്ഥികൾ സംഗമവേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് അധ്യാപകരെ വിദ്യാർത്ഥികൾ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. 2 വർഷത്തെ ശ്രമഫലമായാണ് 6 ബാച്ചുകളിലായി പഠിച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തിയത്. 242 പേരിൽ 135 പേരെ മാത്രമാണ് കണ്ടെത്താനായത്. 5 പേർ മരിച്ചുപോയിരുന്നു. ബാക്കിയുള്ളവരെ കണ്ടെത്താനായില്ല. ശേഷിക്കുന്നവരെ ഉൾപ്പെടുത്തിയാണ് സംഗമം നടത്തിയത്. പ്രോഗ്രാം കൺവീനർ സന്തോഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മനോജ്, രാജൻ, ലിംസി, അജിത്ത്, ഷാജു എന്നിവർ സംസാരിച്ചു. കൂട്ടായ്മ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. മതിലകത്ത് ഭീമൻ മലമ്പാമ്പിനെ പിടികൂടി. മതിലകം കിഴക്കുംപുറം ചെമ്പന വീട്ടിൽ സുദർശനന്റെ വീട്ടുപരിസരത്ത് നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്.
വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വന്യജീവി സംരക്ഷകൻ അൻസാരി കൂളിമുട്ടമാണ് 11 അടി നീളവും 30 കിലോയിലധികം തൂക്കവുമുള്ള പാമ്പിനെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം SN പുരത്തു നിന്നും 7 അടി നീളമുള്ള മലമ്പാമ്പിനെ അൻസാരി പിടികൂടിയിരുന്നു. പിടികൂടിയ പാമ്പിനെ വനം വകുപ്പിന് കൈമാറും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7200 രൂപ, പവന് 57,600 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് തൃപ്രയാറിൽ ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്താൻ തീരുമാനം. ചൊവ്വാഴ്ചയാണ് തൃപ്രയാർ ഏകാദശി. ചേർപ്പ് CNN ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ പെരുവനം ക്ഷേത്രം സന്ദർശിച്ചു. ലോക പൈതൃക വാരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.